5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വളരെ വിചിത്രവും കൗതുകകരമായ ഒരു പ്രസ്താവന ഇന്നലെ നമ്മുടെ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവനിൽ നിന്ന് വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പാടില്ല. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നതും തൃശ്ശൂർ ക്ഷേത്രവും മതേതര സ്ഥാപനമൊന്നുമല്ല. അത് ഹിന്ദുക്കളുടെ ആചാരങ്ങൾ നടത്തുന്ന, ഹിന്ദുക്കളുടെ അനുഷ്ഠാനങ്ങളുള്ള, ഹിന്ദുക്കളുടെ പ്രാർത്ഥനയുള്ള, ഹിന്ദുക്കളുടെ ദർശനമുള്ള, ഹിന്ദുക്കൾ പോയി ദർശിക്കുന്ന ക്ഷേത്രമാണ്. അവിടെ ഹിന്ദുവിൻ്റെ മതചിഹ്നങ്ങളല്ലാതെ എന്താണ് അവിടെ കാണിക്കാൻ പറ്റുക? എന്താണ് അവിടെ കാണിക്കേണ്ടത്? ഹിന്ദുവിൻ്റെ കൊടി കാണിക്കണ്ടേ? ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചിരുന്ന ധ്വജം, കൊടിമരത്തിൽ ഉപയോഗിച്ചിരുന്ന കൊടി RSS എടുത്തു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹിന്ദു സംഘടനകൾ എടുത്തു എന്നുള്ളത് കൊണ്ട് ക്ഷേത്രത്തിൽ കിട്ടാൻ പാടില്ലെന്നുണ്ടോ? മറ്റേതാണ് നിരോധിക്കുക. ക്ഷേത്രത്തിലല്ലേ നിരോധിക്കേണ്ടത്? അങ്ങനെ നിരോധിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിലെ കൊടികൾ, ധ്വജം മറ്റൊരാൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒരു ലോജിക്കുണ്ട് അതിനകത്ത്. അത് കേസും വഴക്കൊക്കെ അത് വേറെ ലോജിക്കുണ്ട്. ക്ഷേത്രത്തിൽ കൊടി കെട്ടാൻ പാടില്ല. ക്ഷേത്രത്തിൽ കൊടി കെട്ടിയാൽ അത് മറ്റ് സംഘടനകളുടെ കൊടി പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലേതായിരുന്നു കൊടി. ഓം വെക്കാൻ പാടില്ല, മതചിഹ്നങ്ങൾ ഒന്നും കൊണ്ടുവരാൻ പാടില്ല. നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന്, അവിടെ തൊട്ടടുത്തുള്ള നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള 20ഓളം ക്ഷേത്രങ്ങളിൽ നിന്ന് എഴുന്നള്ളപ്പ് എവിടെ വരും? നമ്മുടെ തൃശ്ശൂർ ക്ഷേത്രത്തിൽ വരും, വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വരും. അതിലെല്ലാം മതചിഹ്നങ്ങൾ ഉണ്ടായിരിക്കും. ഹിന്ദുമതവിൻ്റെ ആചാരത്തിൽ തെയ്യം ഉണ്ടായിരിക്കും, തിറയുണ്ടായിരിക്കും, കെട്ടുവിളക്കുണ്ടായിരിക്കും. കെട്ടുവിളക്ക് ഹിന്ദുവിൻ്റെ മതചിഹ്നമാണ്. കെട്ടുവിളക്കുണ്ടായിരിക്കും. കെട്ടുവിളക്ക് എടുക്കാൻ പറ്റൂലേ ഇനിയിപ്പോൾ? ഒരുപാട് ആനയുണ്ടായിരിക്കും. ആന എഴുന്നള്ളത്ത് ഏത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും മതത്തിലാണുള്ളത്? ഹിന്ദു മതത്തിലാണ്. താലപ്പൊലി മതചിഹ്നമാണ്, ഹിന്ദുമതത്തിൻ്റെ ചിഹ്നമാണ്. താലപ്പൊലി, കുത്തിയോട്ടം ഹിന്ദുമതത്തിൻ്റെ ചിഹ്നമാണ്, ആചാരമാണ്, അനുഷ്ഠാനമാണ്. അത് ക്ഷേത്രവുമായി ബന്ധപ്പെടുന്നതാണ്. അപ്പോൾ കുത്തിയോട്ടം നടത്താൻ പറ്റത്തില്ലയോ ഇനി ക്ഷേത്രങ്ങളിൽ? താലപ്പൊലി നടത്താൻ പറ്റുകയില്ലയോ? ആന എഴുന്നള്ളത്താണ്. പറയെടുപ്പ് എന്ന് പറഞ്ഞാൽ മതചിഹ്നമാണ്. വീടുകളിൽ പോയി പറയെടുക്കും. കാർഷിക വിളവെടുപ്പുമായി ബന്ധപ്പെടുത്തി വീടുകളിൽ പോയി പറയെടുക്കാൻ ആന പോകുന്ന ഒരു പരിപാടിയുണ്ട് ക്ഷേത്രങ്ങളിൽ നിന്ന്. ഇനി പറ്റത്തില്ലയോ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ? ഇത് വലിയ അപകടമാണ്. ഇത് മതേതര കേന്ദ്രമൊന്നുമല്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാം കൂടെ വന്ന് ഉത്സവം നടത്തുന്ന സ്ഥലമല്ല. ഇത് ഹിന്ദുക്കളുടെ ആരാധനയുടെയും ആചാരത്തിൻ്റെയും ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം. ആ പൂരം എന്ന് പറയുന്നത് അവിടെ പ്രശ്നം വെച്ചിട്ട് ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. അങ്ങനെ ആചാരത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യത്തെ അവിടെ മതചിഹ്നങ്ങളും ജാതി ചിഹ്നങ്ങളും കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഈ ജാതി ചിഹ്നം എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ മതചിഹ്നങ്ങൾ വരും. പള്ളിയിൽ കുരിശ് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നാളെ പറഞ്ഞാൽ, കുരിശ് യാത്ര നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇത് പറയുന്നത്? എത്ര വികലമായ ഒരു ഓർഡറാണ്. രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റുള്ളവരുടെയും മറ്റ് മതങ്ങളുടെയും കാര്യങ്ങളൊന്നും അവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷേ അതിനു പകരം ഹിന്ദു മതത്തിൻ്റെ ചിഹ്നങ്ങൾ അനുവദിക്കില്ല എന്ന് ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു നാട്ടിൽ ഹിന്ദുവായ ഒരു മന്ത്രി, ജന്മം കൊണ്ട് ഹിന്ദുവായ ഒരു മന്ത്രി ഇരുന്ന് പറയുകയും പിന്നെ ഇവിടുത്തെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുമെന്ന് ഒരു വാ കൊണ്ട് പറയുകയും ചെയ്യുന്നതിൽ വലിയ ഒരു ഔന്നത്യക്കേടുണ്ട്, ഒരു ഔചിത്യക്കേടുണ്ട്. പ്രിയപ്പെട്ട മന്ത്രി, അങ്ങ് ഇത് തിരുത്തണം. എന്തൊക്കെ ധാരാളം കാര്യങ്ങൾ അനുവദിക്കേണ്ടി വരും ഒരു ക്ഷേത്രത്തിൽ. അതെല്ലാം ഹിന്ദുവിൻ്റെതാണ്, ഹിന്ദുവിൻ്റെ ചിഹ്നമാണ്, ഹിന്ദു മതത്തിൻ്റെ ചിഹ്നമാണ്, ഹിന്ദു സമാജത്തിൻ്റെ ചിഹ്നമാണ്. ആ അടയാളങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അവരങ്ങനെ കാവി ഉടുത്ത് വരും ഒരുപാട് ആളുകൾ. കാവി എന്ന് പറയുന്നത് സന്യാസിമാരും, മഞ്ഞക്കാവിയും ചുവന്ന കാവി എന്നൊക്കെ പറയുന്നത് സന്യാസിമാരും ഋഷിമാരും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അത് RSS എടുത്തോ, BJP എടുത്തോ, മറ്റുള്ളവരെടുത്തോ, കോൺഗ്രസ്സുകാരെടുത്തോ, കമ്മ്യൂണിസ്റ്റുകാരെടുത്തോ എന്നുള്ളത് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ച് വിഷയമല്ല. ഹിന്ദുക്കൾ കാവി ഉടുക്കും. അപ്പൊ കാവി ഉടുത്തോണ്ട് ആരും വരാൻ പറ്റില്ലയോ? കാവി കൊടി വയ്ക്കാൻ പറ്റില്ലയോ? കാവി ബോർഡ് വയ്ക്കാൻ പറ്റില്ലയോ? അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഏതെങ്കിലും സംഘടനയാന്ന് പറഞ്ഞിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുമോ? എത്ര വികലമാണ് ഈ ചിന്തകൾ. ഇതിനെതിരെ ഹിന്ദു ഉണർന്നേ കഴിയൂ. കലാപം ഉണ്ടാക്കണമെന്നല്ല, ഹിന്ദു ഇതിനെ പ്രതികരിച്ചേ കഴിയൂ. തീർച്ചയായിട്ടും ഇത് നാളെ മുസ്ലിമിന് സംഭവിച്ചാലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചാലും
അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് മതങ്ങളിൽ വിശ്വസിക്കാനും മതങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് അവകാശമുള്ളതുകൊണ്ടാണല്ലോ പലരും ഇങ്ങനെ ചെയ്യുന്നത് ഭരണഘടന പ്രകാരം. അപ്പോൾ ഭരണഘടനയെ മുട്ടിന് വിളിക്കുന്ന ആളുകൾ, ഭരണഘടനയെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആളുകൾ, ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്നൊരു ഒരു മതത്തിൽപ്പെടുന്ന ആളുകൾക്ക് അവരുടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ പൂരം നടക്കുമ്പോൾ അവിടെ മതചിഹ്നങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് മതേതരത്വമാണെന്ന് മനസ്സിലാകുന്നില്ല. അടിയന്തരമായി ശ്രീ വാസവൻ മന്ത്രി ഇത് തിരുത്തണം. തിരുത്തിക്കാനുള്ള ശ്രമം ഭക്തരുടെയും വിശ്വാസികളുടെയും ആരാധകരുടെയും ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടാവുകയും വേണം.